എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഓണം വാരാഘോഷത്തിന്റെ സമാപനമാണ് എന്നുണ്ടെങ്കിൽ ഈ തലസ്ഥാന നഗരി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുത്തിരിക്കും. കാരണം തിരുവനന്തപുരം നഗരപ്രദേശത്തുള്ളവർ മാത്രമല്ല, ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഒഴുകിയെത്തും ഈ നഗരപ്രദേശത്തേക്ക്. മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്നവർ തിരുവനന്തപുരം നഗരത്തിലുണ്ടെങ്കിൽ അതും അവരും ആഘോഷമാക്കിയതിനു ശേഷം മാത്രമേ തിരിച്ചു പോകൂ എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഓണം ആഘോഷിക്കാൻ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അവസാന നിമിഷം അവർ പറയുന്നുണ്ട്. അടിപൊളിയാണ്, നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ഇത്രയും കാലവും ഇത്രയും നാളും എന്താണോ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് അതിൽ ഞങ്ങൾ തൃപ്തരാണ്, സന്തുഷ്ടരാണ്. അത്രത്തോളം അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഓണം എന്ന് എല്ലാവരും പറയും. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ വേദികളിലും നമ്മൾ ഇത്രയും നാളും ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കാനാണെങ്കിലും റീലുകളൊക്കെ എടുക്കാനാണെങ്കിലും ഓരോ ഇടങ്ങളിലും ഇങ്ങനെ മനുഷ്യർ തിങ്ങി നിറയുന്ന കാഴ്ചയാണ്. മനോഹരമായ ആ ഘോഷയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, ഏത് കാഴ്ചയാണ്, ഏത് ഫ്ലോട്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരം ഉണ്ടാവുകയല്ലേ? കാരണം ഓരോ ഫ്ലോട്ടുകൾ കടന്നു പോകുമ്പോഴും അവരതിനെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്, അത്രത്തോളം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇടങ്ങളിൽ ഓരോരുത്തർക്കും മൈക്ക് വെച്ചാലും അടിപൊളി എന്നാൽ അപ്പുറത്തേക്കൊന്നും കേൾക്കാനും പറ്റില്ല. പൂജ, ഇത് കണ്ടില്ലേ, ഇത്രയും പേര് ഈ വെള്ളയമ്പലത്തും കവടിയാറിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം വന്നിട്ടും ആൾക്കാർ തീരുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു മോനെ പരിപാടി? നല്ലതായിരുന്നു. ഏതാ ഇഷ്ടപ്പെട്ടത്? എല്ലാം ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, പക്ഷെ ഒരു അറേഞ്ച്മെന്റ്സ് വളരെ ഇതായി. അത് ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് സ്ഥലമായതുകൊണ്ട് MG റോഡിലേക്ക് പോകുമ്പോൾ ഒരുപാട് എങ്ങനെയുണ്ടായിരുന്നു? കണ്ടായിരുന്നോ ഘോഷയാത്രയൊക്കെ? കണ്ടോ? നിങ്ങൾ കണ്ടോ? കാണാൻ പറ്റാത്തവർ ഓടി വരികയാണ് ഘോഷയാത്ര കാണാൻ വേണ്ടി. പക്ഷേ കണ്ടവർക്ക് മതിയായിട്ടില്ല. അത് വീണ്ടും കാണാൻ വേണ്ടി നമുക്കറിയാം ഇവിടെ നിന്ന് ക്രോസ് ചെയ്തൊക്കെ MG റോഡിലേക്ക് കയറാൻ പറ്റും. ഏതായാലും ഇത്തവണ പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു വെള്ളയമ്പലം ഭാഗത്ത് നിന്ന്. ഇനി ഇവരെല്ലാം നടന്ന് MG റോഡിലേക്ക് പോകും. ആ ഘോഷയാത്ര കടന്നുപോയ വഴികളിലേക്ക് കയറി നിന്ന് കൂടുതൽ കാണാൻ ശ്രമിക്കും. ഏതായാലും ഓണം ബൈ പറഞ്ഞു പോവുകയാണ്, ഹാപ്പി ഓണം പറഞ്ഞു പോവുകയാണ്. അടുത്ത വർഷം ഓണത്തിന് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് എല്ലാവരും പോകുന്നത്. തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാന നഗരത്തിലേക്ക് ഓണാഘോഷങ്ങൾക്ക് വിരുന്നു വന്നവർ അവരെല്ലാം അതിഥികളൊക്കെ യാത്ര പറഞ്ഞ് ഈ വൈകുന്നേരം മടങ്ങുകയാണ്. ഈ ലൈറ്റും ഒക്കെ കണ്ട് ഇനി അടുത്ത ഓണത്തിന് കാണാം, അടുത്ത ഓണത്തിന് വീണ്ടും വരാം, ഈ ഓണം വാരാഘോഷത്തിൽ പങ്കുചേരാം എന്ന് പറഞ്ഞ് അങ്ങ് ആറന്മുളയിൽ ഉത്രട്ടാതി ജലോത്സവം പൊടിപൊടിക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുകയാണ്. ഇന്നലെ തൃശ്ശൂരിൽ പുലികളിയായിരുന്നു. ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഓണാഘോഷം? കണ്ടോ മോള്? കണ്ടോ ഘോഷയാത്ര? കണ്ടോ? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടത്? ഒന്നുകൂടെ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ കാണാൻ സാധിച്ചതിന്. ഒന്നുകൂടെ കണ്ടില്ലേ, ഇങ്ങനെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് ചെറുപ്പക്കാരും അടിപൊളിയല്ലേ? എല്ലാവരും അടിപൊളി പറഞ്ഞു പോവുകയാണ്. ജെൻസിയുണ്ട്, പഴയ തലമുറയുണ്ട്, പ്രായമായവരുണ്ട്, മധ്യവയസ്കരുണ്ട്. എല്ലാവർക്കും ഒരേ വൈബാണ്, ഒരു മാറ്റവുമില്ല. എല്ലാവരും ഒരേ ആഘോഷം, എല്ലാവരുടെയും മുഖത്ത് ഒരേ ചിരി. കച്ചവടം കഴിഞ്ഞവരുമൊക്കെ ഇനി മടങ്ങുകയാണ്. അങ്ങനെ ഒരാഴ്ച 10 ദിവസത്തോളം നീണ്ട ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുകയാണ് ഈ തലസ്ഥാന നഗരി. ഇനി മറ്റു പല ആഘോഷങ്ങളും ഈ തലസ്ഥാന നഗരത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇനി ഫിലിം ഫെസ്റ്റിവലൊക്കെ വരാനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന തലസ്ഥാന നഗരത്തിലേക്ക് വിരുന്നു വരുന്ന ഒരാഘോഷം ഈ ഓണം വാരാഘോഷമാണ്. ഈ ഒരാഴ്ചക്കാലം എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര ദേശങ്ങളിൽ നിന്നാണ് ഈ തലസ്ഥാന നഗരത്തിൽ വന്ന് ഈ കവടിയാറിൻ്റെ പരിസരത്തും ഈ കനകക്കുന്ന് പരിസരത്തും താണ്ടില്ലേ ഈ വൃക്ഷങ്ങളിലൊക്കെ എന്തുമാത്രം മനോഹരമായ വിളക്കുകളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിലെ ഓരോ കെട്ടിടങ്ങളും എന്തു മനോഹരമാണ്. ഈ ഒരാഴ്ച കാണാൻ അത്ര ഭംഗിയാണ് ഈ തലസ്ഥാന നഗരം. ഇനി തൽക്കാലത്തേക്ക് അടുത്ത ഓണം വരെ ഈ ഭംഗി ഒന്ന് അഴിച്ചു വെക്കുകയാണ് അനന്തപുരി. അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങളെല്ലാം കാണാൻ വേണ്ടി അനന്തപുരി വീണ്ടും അണിഞ്ഞൊരുങ്ങും ഇതുപോലെ അടുത്ത ഓണത്തിന്. ഹാപ്പി ഓണം പറഞ്ഞ് കനകക്കുന്ന് പരിസരത്ത് നിന്ന് പോവുകയാണ്. പക്ഷേ ഘോഷയാത്ര അവസാനിക്കുന്നില്ല. കിഴക്കേക്കോട്ടയിലേക്ക് ആ ഘോഷയാത്ര ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പൂജ.